ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളെന്തൊക്കെ എന്ത് പറയുന്നു? ഇത് കണ്ടോ, ഞാൻ നിങ്ങളെ ഒരു സ്ഥലം വരെ കൊണ്ടുപോകാനായിരുന്നു. അപ്പം ഇയാളെ കണ്ടപ്പോൾ എന്നാൽ പിന്നെ ഇയാളോടുകൂടെ ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. കാറിൽ നിന്ന് ഇറങ്ങി എൻ്റെ കാറിനകത്ത് വന്ന് വെള്ളം എന്താ നോക്കുക. ഞാൻ ഓർത്തു എന്തെങ്കിലുമൊക്കെ തല്ലിപ്പൊളിക്കുമായിരിക്കുമെന്ന്, പക്ഷേ ഒന്നും ചെയ്തില്ല. പിന്നെ ഇത് കണ്ടോ, ഇത് ബാംഗ്ലൂരിൽ ഒരു പാർക്കാണിത്. 400 വർഷം പഴക്കമുള്ള ഒരു ആൽമരമാണിത്. ഇതിൻ്റെ പേര് തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾ ബാംഗ്ലൂരുള്ളവർക്കൊക്കെ അറിയായിരിക്കും. ബിഗ് ബാനിയൻ ട്രീ എന്നാണ് ഇതിന് പറയുന്നത്. അതിന് സെയിം ദൊഡ്ഡ ആലാട് മര എന്നാണ് ഇവിടെ ആൾക്കാർ വിളിക്കുന്നത് അതിനെ. ഇത് ഈ പ്ലാന്റ് നിൽക്കുന്ന സ്ഥലം തന്നെ 3 ഏക്കർ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്ന ഒന്നും ഇത് സിംഗിളായിട്ടുള്ളൊരു മരമല്ല. അതിൻ്റെ ആ ആലിൻ്റെ വേരുകൾ താഴോട്ട് വന്ന് അതൊരു ട്രീ ആയിട്ട് ആയതാണ്. അതിൻ്റെ മെയിൻ ട്രീ 2000 എങ്ങാണ്ട് ഫുള്ള് ഇൻഫെക്റ്റഡായി ഫുള്ള് നശിച്ചു പോയി. എന്നിട്ട് ബാക്കി നടുക്കത്തെ ട്രീ ഒഴിച്ച് ബാക്കി സറൗണ്ടിങ്ങിൽ നിൽക്കുന്ന മൊത്തം അത് ആ പ്ലാന്റിൻ്റെ പ്രോപ്പ് റൂട്ട്സ് ആണ്. ആ റൂട്ടിലാണ് ഇത് മൊത്തം സപ്പോർട്ട് ചെയ്തേക്കുന്നത്, ബാക്കിയുള്ള ബ്രാഞ്ചസിനെ എല്ലാം. ശരിക്കുള്ള അതിൻ്റെ ട്രീ അത് നശിച്ചു പോയി. എന്നിട്ടും ഇതെല്ലാം ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നതുകൊണ്ടല്ല, അല്ലെങ്കിൽ ഇത് ഫുള്ള് ഔട്ട്ഗ്രോ ചെയ്ത് പോകാറുണ്ട്. ഇത് ഇവിടെ ഒരു ടൂറിസ്റ്റ് സ്ഥലം പോലെ ഇവിടുത്തെ ഗവൺമെൻറ് ആക്കിയെടുത്തേക്കുന്നതാണ്. ഫെൻസിങ് ഒക്കെ ചെയ്ത് നമുക്കിവിടെ വാക്കിനൊക്കെ പോകാൻ പറ്റും. അതിനകത്ത് പോയിരുന്ന് കുറച്ച് നേരമൊക്കെ ഫാമിലി ആയിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിള്ളേർക്കൊക്കെ കളിക്കാനും. അല്ലാതെ പാർക്കെന്ന് വെച്ചാൽ അവിടെ കളിക്കേണ്ട സാധനങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഓടി നടക്കുകയൊക്കെ ചെയ്യാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് പാർക്കെന്ന് പറയുന്നുള്ള സാധനങ്ങളൊന്നുമില്ല. എനിവേ, ഞാനിവിടെ വന്നത് ഈ ഏരിയയിൽ മൊത്തം പ്ലാന്റ് നഴ്സറികളാണ്. ഞാനിപ്പോൾ പോകുന്ന വഴിയിലെല്ലാം ഞാനിവിടെ ഒന്നും ഇറങ്ങുന്നില്ല. പക്ഷേ നിങ്ങളെ ഞാൻ കാണിക്കുകയാണ്. ബാംഗ്ലൂരിലുള്ളവരോ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വന്ന്, എനിക്കറിയാം നാട്ടിലോട്ട് ഇവിടെ ട്രക്കിനാണ് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നത് ആൾക്കാർ. കാരണം ഇവിടെ പ്ലാന്റ്സിന് വളരെ വിലക്കുറവാണ്. നമ്മൾ സാധാരണ എൻ്റെ വീടിൻ്റെ അടുത്ത് കമ്മനഹള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പം നമ്മുടെ ആവേശം ഷൂട്ട് അല്ല, കുണ്ടനഹള്ളി എന്ന് പറയുന്ന പോലെ. എനിവേ, ഓക്കെ, അവിടെ നമ്മൾ 350-400 ഒക്കെ കൊടുത്ത് ഇൻഡോർ പ്ലാന്റ് വാങ്ങിക്കുന്ന ഇവിടെ വന്നാൽ 35 റുപ്പീസ് 70 റുപ്പീസ് ആ ഒരു റേഞ്ചിൽ നമുക്ക് പ്ലാന്റ്സ് വാങ്ങിക്കാൻ പറ്റും. ഈ പെറ്റൂണിയ, ജെറേനിയം അങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ 15 റുപ്പീസിനൊക്കെ ഇവിടെ കിട്ടും വാങ്ങിക്കാനായിട്ട്. ഞാൻ സീഡ്സ് മുളപ്പിക്കാനൊക്കെ മടിയായിട്ടിരിക്കുമ്പം ചില സമയത്തൊക്കെ ഞാനിവിടെ വന്ന് പ്ലാന്റ്സ് വാങ്ങിക്കാറുണ്ട്. ആദ്യമൊക്കെ ആ ഒരു ത്രില്ലിന് സീഡ്സൊക്കെ ഇട്ട് മുളപ്പിക്കുമായിരുന്നു. ഇപ്പം എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാനിവിടെയൊക്കെ വന്ന് പ്ലാന്റ്സ് വാങ്ങിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഞാനൊരു പ്ലാന്റ് ഹണ്ടിങ്ങിന് ഇറങ്ങിയേക്കുവാണ്. തന്നെയല്ല, എൻ്റെ ഇവിടെ ഞാൻ റിപ്പോർട്ടിംഗ് ഒക്കെ ചെയ്തപ്പം കുറേ 10 മണിച്ചെടികളൊക്കെ ഞാൻ പ്രൂൺ ചെയ്ത് നിർത്തി. ഇതെല്ലാം കണ്ടോ, ഓരോരോ നഴ്സറികളാണ്. നിങ്ങളൊക്കെ വരുവാണെങ്കിൽ ഇവിടെ വന്ന് ആദ്യമേ കാണുന്ന നഴ്സറിയിൽ കയറി സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോകരുത്. പല നഴ്സറികളിൽ പോയി തപ്പി റേറ്റൊക്കെ നോക്കി വേണ്ടിയ പ്ലാന്റ്സ്, ചിലപ്പോൾ നല്ല നല്ല പ്ലാന്റ്സ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കടകളിൽ കിട്ടും. ഇവിടെയൊക്കെ ഇരിക്കുന്ന കളക്ഷൻസ് കണ്ടോ, എനിക്കിതൊക്കെ കാണുമ്പം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ താമസിക്കുന്നിടത്ത് ഭയങ്കര വെയിലാണ്, അതുകൊണ്ട് എനിക്ക് ഇൻഡോർ പ്ലാന്റ്സ് അങ്ങനെ അധികം സർവൈവ് ചെയ്യത്തില്ല. അതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് എടുക്കുന്നതാണ് ഞാൻ വെച്ചേക്കുന്നത്. ഞാൻ എടുക്കാനായിട്ട് വന്നത് മാൻഡിവില്ല എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ്. ഇതാണ് എനിക്കുണ്ടായിരുന്നതാണ്, ഒരു റെഡും ഒരു വൈറ്റും. അപ്പോൾ ഇത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്